നടി ആക്രമിച്ച കേസിൽ ഇന്ന് നടി ഒരു പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്തിനോടനുബന്ധിച്ചാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം മാർട്ടിൻ എന്ന രണ്ടാം പ്രതി ഒരു വീഡിയോ ദൃശ്യം പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതിനോടനുബന്ധിച്ചാണ് അവർ ഇതിനകത്ത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ചെയ്ത തെറ്റ്, എനിക്കെതിരെ ഒരു അക്രമം നടന്നപ്പോൾ അതപ്പോൾ തന്നെ പോലീസിൽ പരാതിപ്പെട്ടത്, നിയമ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ട് മുന്നോട്ട് പോയത്, അന്നേ സംഭവിച്ചതെല്ലാം വിധിയാണെന്ന് സമാധാനിച്ച് ആരോടും ഒന്നും പറയാതെ മിണ്ടാതെ ഇരിക്കണമായിരുന്നു. പിന്നീട് എപ്പോഴെങ്കിലും ആ വീഡിയോ പുറത്തു വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അന്നേ പോലീസിൽ പരാതിപ്പെട്ടില്ല എന്ന് കുറ്റപ്പെടുത്തുന്നവരോട് എന്ത് പറയണം എന്നറിയാതെ ആത്മഹത്യ ചെയ്യണമായിരുന്നു. 20 വർഷം ശിക്ഷ വിധിച്ച ജയിലിൽ പോയ രണ്ടാം പ്രതി പോകും മുൻപേ ഒരു വീഡിയോ എടുത്തത് കണ്ടു. അതിൽ ഞാൻ ആണ് നിങ്ങളുടെ നഗ്ന വീഡിയോ എടുത്തത് എന്നുകൂടെ പറയാമായിരുന്നു. ഇത്തരം വൈകൃതങ്ങൾ പറയുന്നവരോടും പ്രചരിപ്പിക്കുന്നവരോടും നിങ്ങൾക്കോ നിങ്ങളുടെ വീട്ടിലുള്ളവർക്കോ ഈ അവസ്ഥ വരാതിരിക്കട്ടെ. നോട്ട് എ വിക്ടിം, നോട്ട് എ സർവൈവർ, ജസ്റ്റ് എ സിമ്പിൾ ഹ്യൂമൻ ബീയിങ്. ലെറ്റ് മീ ലിവ്. രണ്ടാം പ്രതി മാർട്ടിൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പ്രദർശിപ്പിച്ചിട്ട് അത് ഫുൾ പ്രോബ്ലംസ് ആയി. അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടിട്ട് തന്നെ ഞാനൊന്നും റിയാക്ട് ചെയ്തില്ല. കുറച്ച് പേരൊക്കെ എനിക്ക് വീഡിയോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. ഇതിലെന്തൊക്കെയോ സത്യമില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് വീഡിയോസ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാനപ്പോൾ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ അവരോട് സംസാരിച്ചു. പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കാണുന്നവർക്ക് എല്ലാവർക്കും തന്നെ അറിയാം. അത് ഒരു എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിയുള്ളവർക്കാണെങ്കിലും മനസ്സിലാവും അതൊരു സ്ക്രിപ്റ്റഡ് ആണ് എന്ന വ്യക്തി പഠിച്ച് പറയുന്നതാണെന്ന് എല്ലാവർക്കും തന്നെ അത് മനസ്സിലാവും. പിന്നീട് എനിക്ക് മനസ്സിലായി. പിന്നെ ഇതിൻ്റെ വീഡിയോസിൻ്റെ അടിയിലുള്ള ഓരോ കമൻറ്റ് ബോക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്, അതുപോലും അറിയാത്ത മണ്ടന്മാർ നമ്മുടെ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ ഈ കേരളത്തിനകത്ത് തന്നെ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് പിന്നീട് സങ്കടം തോന്നി. സത്യം പറഞ്ഞാൽ ആശ്ചര്യം തന്നെ തോന്നിപ്പോയി. ഇതിൻ്റെ ഇടയ്ക്ക് ആണ് നമ്മുടെ ഈ നടി ഇതിനെതിരെ കേസുമായിട്ട് മുൻപോട്ട് പോയത്. ആ കേസിന് പോലും ചില മണ്ടന്മാർ വന്ന് കമൻറ്റ് ഇട്ടേക്കണതാണ്, നടി പേടിച്ചിട്ടല്ലേ കേസിൽ പോയേക്കണത്, അപ്പോൾ ഇതിൽ എന്തൊക്കെയോ നടിയുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്, ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ സത്യമാകാം, അതുകൊണ്ടായിരിക്കാം നടി പേടിച്ചിട്ട് കേസിന് പോയത്, ആ വീഡിയോ നിരോധിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ഏതൊക്കെയോ പൊട്ടന്മാരുടെ കുറേ കമൻസ്. ഇതിനൊക്കെ നമ്മൾ എന്താ പറയുക, ഇത്രയും ബോധമില്ലാത്ത ആൾക്കാരുണ്ടോ എന്നതിന് സംശയം. ഇനി PR ആണെങ്കിൽ പോലും എൻ്റെ പൊന്ന് PR-മാരെ, നിങ്ങളെന്താ മണ്ടന്മാരാണോ? ഈ നമ്മുടെ നാട്ടിൽ ഇത്രയും, അതായത് പത്രം വായിച്ചിട്ടുള്ള അറിവ് വരെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. അതുപോലുമുള്ള ഒരു കോമൺ സെൻസ് പോലും നിങ്ങൾക്കില്ലേ എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്ന് പറയുന്ന രണ്ടാം പ്രതി, ഇവനൊക്കെ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അവൻ പറയണ റേപ്പേ നടന്നിട്ടില്ല. ഇതിനോടൊക്കെ നമ്മൾ ഏത് ഭാഷയിലാണ് സംസാരിക്കേണ്ടത്? കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ളവർ ചിന്തിക്കുക. ഈ പെൺകുട്ടിക്ക് ഓൾറെഡി നീതി കിട്ടിയിട്ടില്ല. അതെങ്കിലും ഒന്ന് മനസ്സിലാക്കാനുള്ള ഒരു കോമൺ സെൻസ് എങ്കിലും ഇതിനെതിരെ നിൽക്കുന്നവരൊന്ന് ആലോചിക്കുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു തുടങ്ങും ഞാൻ ദിലീപേട്ടന് എതിരാണ് എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. കാരണം ഈ പെൺകുട്ടി, ഇരയായ പെൺകുട്ടിക്ക് നീതി കിട്ടിയിട്ടില്ല. ഇവൻ ഈ 6 പേർക്ക് 20 വർഷത്തെ കഠിന തടവ് പോലും എൻ്റെ അഭിപ്രായത്തിൽ എനിക്കതിനോടൊന്നും ഒട്ടും യോജിക്കാൻ പറ്റത്തില്ല. പക്ഷെ അത് നമ്മുടെ നിയമമാണ്, നമ്മളതിനെ അംഗീകരിച്ചേ പറ്റുള്ളായിരിക്കും. പെൺകുട്ടിക്ക് നീതി കിട്ടണം. അതുപോലെ എല്ലാ സ്ത്രീകൾക്കും അറിയേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ത്രീ എന്നുള്ള എല്ലാ മനുഷ്യത്വമുള്ള എല്ലാവർക്കും തന്നെ അറിയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഗൂഢാലോചന, ഇതിൻ്റെ ഹെഡ് ആരാണ് എന്നതാണ് അറിയേണ്ടത്. ഈ പൾസർ സുനി എന്ന് പറയുന്ന ഈ പ്രതിക്ക് പോലും കിട്ടേണ്ട ശിക്ഷ അല്ല കിട്ടിയത് എന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ അതിജീവിതയ്ക്ക് എതിരായിട്ട് കമൻസ് ഇടുന്നവരൊന്നും ഓർക്കുക, നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള ഒരു സ്ത്രീക്കോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ ആർക്കെങ്കിലുമാണ് ഇങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ എന്ന് ചിന്തിച്ച് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് കമൻ്റ് ഇട്. അപ്പോൾ മനസ്സിലാവും. അല്ലാതെ ഇത് നമ്മൾ ഒരു 2 ആൾക്കാർ തമ്മിലുള്ള യുദ്ധമല്ല. ഇത് ആ പെൺകുട്ടി, ഇനി വരുന്ന പെൺകുട്ടികൾക്കും കൂടിയുള്ള ഒരു യുദ്ധം തന്നെയാണിത്.